ഓണത്തിന് കേരളത്തിലേക്ക് മടങ്ങാനിരിക്കുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയാവുകയാണ് വിമാന ടിക്കറ്റ് നിരക്കുകൾ. പല വിമാന കമ്പനികളും ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് വിപരീതമായി കറാച്ചിയിൽ നിന്നും ലാഹോറിൽ നിന്നും യുഎഇയിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കുറഞ്ഞിട്ടുണ്ട്. പ്രവാസികൾ ഓണത്തിന് കേരളത്തിലേക്ക് മടങ്ങുന്ന ഏറ്റവും തിരക്കേറിയ മാസങ്ങളാണ് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ. യുഎഇയിലെ സ്കൂൾ വേനൽക്കാല അവധിക്കാലവും ഈ കാലയളവിൽ വരുന്നതിനാൽ തന്നെ നിരവധി മലയാളി കുടുംബങ്ങളാണ് നാട്ടിലേക്ക് വരാറുള്ളത്. ഈ സാഹചര്യത്തിൽ നാട്ടിലേക്ക് വന്നവർ തിരികെ യുഎഇയിലേക്ക് മടങ്ങാൻ പദ്ധതിയിടുമ്പോൾ വിമാന നിരക്കുകളിലെ കുത്തനെയുള്ള വർധനവ് കണ്ട് അമ്പരന്ന് പോവുകയാണ്. കേരളത്തിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും യുഎഇയിലേക്ക് പറക്കുന്ന യാത്രക്കാർക്ക് ചില സന്ദർഭങ്ങളിൽ സാധാരണ നിരക്കിന്റെ ഇരട്ടിയിലധികമാണ് നൽകേണ്ടി വരുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ഈജിപ്ത്, ലെബനൻ, ലണ്ടൻ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിൽ നിന്ന് യുഎഇയിലേക്കുള്ള വിമാന നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനിടെ ബംഗളൂരു, ദുബായ് റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ വർധനവുണ്ടായിട്ടുള്ളതെന്ന് കണക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഓഗസ്റ്റ് 13 യാത്ര ചെയ്യാൻ 21,440 രൂപയായിരുന്നു ടിക്കറ്റ് വിലയെങ്കിൽ ഓഗസ്റ്റ് 30 43,865 രൂപയായി ഉയർന്നു. കൊച്ചി, ദുബായ് റൂട്ടിലും സമാനമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 13 ടിക്കറ്റ് നിരക്ക് 36,873 രൂപയായിരുന്നത് ഓഗസ്റ്റ് 30 76,207 രൂപയായി. കോഴിക്കോട്, ദുബായ് റൂട്ടിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 30,400 രൂപയായിരുന്നത് 52,358 രൂപയായാണ് വർദ്ധിച്ചത്. മറ്റു പ്രധാന റൂട്ടുകളിലെ വിമാന നിരക്കുകളും വർദ്ധിച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്ന് ദുബായിലേക്കുള്ള ടിക്കറ്റ് വില 22,191 രൂപയായിരുന്നതിപ്പോൾ 34,206 രൂപയായി വർദ്ധിച്ചു. ഒപ്പം മുംബൈയിൽ നിന്ന് ദുബായിലേക്കുള്ള നിരക്ക് 20,197 രൂപയിൽ നിന്ന് 28,354 രൂപയായി ഉയർന്നു. അതേസമയം ഇതിന് വിപരീതമായി കറാച്ചിയിൽ നിന്നും ലാഹോറിൽ നിന്നും യുഎഇയിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം ലണ്ടനിൽ നിന്ന് ദുബായിലേക്കുള്ള കണക്ഷൻ വിമാനങ്ങളുടെ നിരക്കും കുറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും ലണ്ടൻ, ദുബായ് റൂട്ടിലെ നേരിട്ടുള്ള വിമാന സർവീസുകളുടെ ടിക്കറ്റ് നിരക്കുകളിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ ന്യൂയോർക്ക്, ദുബായ് റൂട്ടിലെ നിരക്കുകളിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.